നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ഇന്നലെ 3 മാസം തികഞ്ഞു. ഇപ്പോഴും നിരവധി ഇസ്രായേൽ പൗരന്മാർ ഇവരുടെ ബന്ദികളായിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഇവർ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെക്കുറിച്ചാണ്. പലരും ചെറുപ്പക്കാരികളും കൗമാരപ്രായക്കാരുമൊക്കെയാണ്. ഇവരിൽ പലരെയും കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് വീട്ടുകാരെ അമ്പരപ്പിക്കുന്നത്. ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 4 കൗമാര പ്രായക്കാരായ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ദുഃഖമാണ്. തങ്ങളുടെ പെൺമക്കൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്ത മാതാപിതാക്കളുടെ വേദന ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. ലിറി അൽബാഗ്, കരീന അരീവ്, ഡാനിയേല ഗിൽബോവ, അഗാം ബർഗർ എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറയുന്നത് ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അവർ പറയുന്നത് ഇവരെ തട്ടിക്കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷം ഇവരുടെ ഒരു ചിത്രം അവർക്ക് ലഭിച്ചിരുന്നു. ഇതിൽ കുട്ടികളൊക്കെ തന്നെ അവരുടെ ശരീരത്തിൽ രക്തം പുരണ്ട പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പലരുടെയും ദേഹം മുറിവേറ്റിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവർ തടവറകളിൽ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മാതാപിതാക്കൾക്ക് ഒന്നും അറിയില്ല. പിന്നീട് ഒരു ചിത്രങ്ങളോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ തങ്ങൾ ബന്ദികളാക്കി വച്ചിരിക്കുന്ന ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഉത്കണ്ഠയിലാണ് വീട്ടുകാർ. കഴിഞ്ഞ നവംബർ 30 ഇടക്കാല വെടിനിർത്തലിൻ്റെ പേരിൽ കുറേ ആളുകളെ മോചിപ്പിച്ചിരുന്നു. അന്ന് പുറത്തെത്തിയ ഒരു മുതിർന്ന സ്ത്രീ ഈ 4 കുട്ടികളെ താൻ കണ്ടിരുന്നതായി വീട്ടുകാരെ വിവരം അറിയിച്ചിരുന്നു. അവർ ആകെ ഭയന്നിരുന്നു എന്നാണ് പറയുന്നത്. അവർ വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂരമായ രീതിയിലാണ് ബന്ദികളോട് ഹമാസ് തീവ്രവാദികൾ പെരുമാറുന്നത് എന്നാണ് പുറത്തെത്തിയവർ ഇപ്പോൾ പറയുന്നത്. തോക്കൻ മുനയിൽ നിർത്തി പല പെൺകുട്ടികളെ ഇവർ ബലാത്സംഗം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പലർക്കും ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിരുന്നു. ചിലർക്കാകട്ടെ ഇവർ നടത്തിയ വെടിവെപ്പിലും മറ്റാക്രമണങ്ങളിലും തന്നെ ഗുരുതരമായ പരുക്കുകളേറ്റിരുന്നു. പക്ഷേ ഇതൊന്നും ചികിത്സിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ പലരുടെയും ജീവൻ പോലും അപകടത്തിലാണ് എന്നാണ് ഈ പുറത്തെത്തിയ ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ 4 പെൺകുട്ടികളും പഠിക്കാൻ വളരെ മിടുക്കികളായിരുന്നു. ഇവർ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത പഠനം നടത്താൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെ വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് ഇവരെ ആയുധമാക്കിക്കൊണ്ട് ഇസ്രായേലിനോട് വിലപേശാൻ തന്നെയാണ് ഇപ്പോഴും അവർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കാതെ ഇനി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇത് ഈ കുട്ടികളുടെ വീട്ടുകാരെയും ഏറെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇതിനെങ്ങനെയെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ കുട്ടികളെ മോചിപ്പിക്കുക, നിങ്ങളുടെ വാശിക്ക് മുന്നിൽ ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടരുത് എന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് തങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇസ്രായേലിൻ്റെ നിലപാടിനോട് പോലും ഈ കുട്ടികളുടെ മാതാപിതാക്കളും മറ്റ് രക്ഷിതാക്കളും ഒക്കെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. തങ്ങളുടെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ പുറത്തു വന്ന ആളുകൾ പറയുന്ന വിവരമനുസരിച്ച് വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി മാതാപിതാക്കൾ അങ്ങേയറ്റം ഉത്കണ്ഠയിലാണ്. തങ്ങളുടെ പെൺമക്കൾ ഒരുപക്ഷെ മാനഭംഗപ്പെടുത്തപ്പെട്ടിരുന്നോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ട്. കാരണം ഈ ഹമാസ് തീവ്രവാദികളുടെ അവരുടെ പ്രവർത്തന രീതി അനുസരിച്ച് പലപ്പോഴും തങ്ങളുടെ കയ്യിലെത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും സ്ത്രീകളെ മോശമായ രീതിയിൽ അതിക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വിഭാഗമാണ് ഈ ഹമാസ് തീവ്രവാദികൾ. ഈ 4 പെൺകുട്ടികളെയും ഗാസ അതിർത്തിയിൽ നിന്നാണ് അന്ന് ഒക്ടോബർ 7 ഇവർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്.